ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് വളരെയേറെ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ഭൂരിപക്ഷത്തേക്കാളേറെ മികച്ചൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. വളരെ ചിട്ടയായൊരു പ്രവർത്തനമായിരുന്നു. ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. രണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപാട് പോസിറ്റീവ് അപ്രോച്ച്, സംസ്ഥാനത്തുടനീളം ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് അപ്രോച്ച്. പല ആളുകളും ബുദ്ധിമുട്ടി വോട്ട് വരുന്നത് ഞാൻ കണ്ടു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ഒന്നുമല്ലെങ്കിൽ കൃത്യമായി പെൻഷൻ നൽകുന്ന ഒരു സർക്കാരല്ലേ, നമ്മൾ തിരിച്ചൊരു നന്ദി കാണിക്കണ്ടേ എന്ന് ചോദിച്ച കുറേ ആളുകളെങ്കിലും ഞാൻ കാണാനിടയായി. അപ്പോൾ ആ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ അവർ കാണുന്ന യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് തുടരണമെന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. പ്രാദേശികമായ വികസനങ്ങൾ ഒരു ഭാഗത്ത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട കാഞ്ഞിരപ്പള്ളിയിൽ. ആ വികസനവും അതോടൊപ്പം തന്നെ ചിട്ടയായ പ്രവർത്തനവും. പിന്നെ വ്യക്തിപരമായി എനിക്ക് ഞാൻ ഇത്രയും കാലമായി MLA ആയി 20 വർഷത്തോളം കഴിയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു വലിയ വ്യക്തിബന്ധം പല സന്ദർഭങ്ങളിലായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകളുടെയും മണ്ഡലത്തിലെ ആളുകളുടെ സന്തോഷത്തിലും അവരുടെ ദുഃഖത്തിലും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുള്ളൊരു വളരെ സുദീർഘമായൊരു വ്യക്തിബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിലുണ്ട്. അത് എൻ്റെ പിതാവിൻ്റെ കാലത്ത് തൊട്ട് തുടങ്ങിയ ഒരു വലിയ വ്യക്തിബന്ധമാണ്. ഇതെല്ലാം എനിക്ക് വിജയിക്കാനുള്ള ഘടകങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ അവസാന പാദത്തിൽ മൊത്തത്തിലുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ.